ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളെന്ന് ഖ്യാതികെട്ട സുൽത്താൻ സലാഹുദ്ദീൻ മരണപ്പെടുമ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു സ്വർണ്ണ നാണയവും 40 വെള്ളിക്കാശുമായിരുന്നു. സുൽത്താന്റെ സമ്പത്ത് മുഴുവൻ തൻ്റെ രാജ്യത്തിലെ പാവങ്ങൾക്ക് ദാനം ചെയ്ത് തീർന്നുപോയിരുന്നു. മരണശേഷം ഒരു സുൽത്താന് യോജിച്ച അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സമ്പത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ അദ്ദേഹത്തിൻ്റെതായി അവശേഷിച്ചിരുന്നില്ലത്രേ. സത്യം പറഞ്ഞാൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഒരു പ്രതീകമാണ്. ഏറ്റവും രക്തരൂക്ഷിതമായ മതരാഷ്ട്രീയ സംഘടനകൾക്കിടയിൽ പോലും മാന്യത കൈവടിയാതിരുന്ന ഭരണാധികാരി, ശത്രുവിൻ്റെ ആദരവ് പോലും ലഭിച്ച നീതിമാനായ നേതാവ്, അസാമാന്യ ആത്മവിശ്വാസവും സ്വാഭിമാനവും സഹിഷ്ണുതയും കൈമുതലുണ്ടായിരുന്ന യുദ്ധതന്ത്രജ്ഞൻ. കോളേജുകളും മദ്രസകളും സാവിയകളും പണിതീർത്ത ജ്ഞാനിയായ നേതാവ്. ഒരുപക്ഷെ ചരിത്രത്തിൽ അധികമൊന്നും കാണാനിടയില്ലാത്ത ഒരപൂർവതയാണ് സലാഹുദ്ദീൻ. പല അർത്ഥതലങ്ങളിൽ പകർത്തിവെക്കേണ്ട മാതൃകയുണ്ട് ആ ചരിത്രത്തിൽ. രാഷ്ട്രീയ സാമൂഹിക സമവാക്യങ്ങൾ, മതവേർതിരിവുകൾ നിശ്ചയിക്കുന്ന ഇക്കാലത്ത് സുൽത്താനും ബാൽവിൻ രാജാവും ബാലിയൻ ഓഫ് ഇബലിനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദങ്ങളും പരസ്പര ബഹുമാനവും തന്നെ ഒരു പാഠമാണ്. ഏറ്റവും ചുരുങ്ങിയത് ചരിത്രത്തിൽ നിന്ന് വെറുപ്പിന് വേണ്ട മരുന്ന് ഖനനം ചെയ്യുന്ന ഇക്കാലത്ത് സൗഹൃദങ്ങളും സഹിഷ്ണുതയും അന്വേഷിക്കുന്നത് മാനവരാശിക്ക് വളരെ നല്ലതുമാണ്.